ഇനിയൊന്നും ക്ഷണിക്കാൻ പോവുകയാണ്. ക്ഷണിക്കുക. ഇവിടെ കന്നിമാസം നവരാത്രിയാണ്. ഇത് ചിങ്ങമാസമായി. 10 ദിവസം കഴിഞ്ഞാൽ കന്നിമാസം നവരാത്രിയായി. വിദ്യാരംഭത്തിലാണ്. ഇവിടെ 5, 6 കോടിയാർച്ചനകളാണ്. ഇവിടെ കേൾക്കുക. എല്ലാ ജാതി, ഏത് മതം, ഏത് സ്ത്രീ പുരുഷ കുട്ടികളും നേരിട്ട് പൂജ ചെയ്യുക. ഇവിടെ പൂജാരിമാരും തന്ത്രിമാരും നമ്പൂരിമാരൊക്കെ അർച്ചനക്കാരൊക്കെ വരും. തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ വരും. കേട്ടുക. കോടിയാർച്ചനയാണ്. അമ്മയുടെ പ്രതിഷ്ഠാദിനം. ഈ ചെറിയ അമ്പലം പ്രതിഷ്ഠിക്കുകയാണ്. കളക്കി പ്രതിഷ്ഠയാണ്. അമ്പലം ചെമ്പൂരി കുറച്ച് അമ്പലം പറഞ്ഞു 25 ലക്ഷം ചെലവിട്ട പദ്ധതി. നിങ്ങളെല്ലാവരും സഹകരിച്ച് വരില്ലാണ് സ്വാമിയുടെ സംഭവം. നിർബന്ധമായി പോയിട്ട് മനുഷ്യനോട് ഒരു പിരിവ് നിങ്ങൾ കൊണ്ടുവരണം, പിരിവ് തരണം, സഹായിക്കണം. സ്വാമി പൈസ ഇല്ല, വളരെ വിഷമത്തിലാണ്, അമ്പലം പണിയാണ്, സഹായിക്കണമെന്ന് പരസ്യമായിട്ട് സ്വാമി പറയാറുണ്ട്. ഒരു നാണക്കേടും സ്വാമിക്ക് തോന്നാറില്ല. കേട്ടു. സ്വാമിയുടെ ഭക്തൻ. സ്വാമി ഇവിടെ വരുന്നവരോട് പറയാൻ പറ്റും. പുറത്തുനിന്ന് പോകും, ആരോടും ചോദിക്കുന്നില്ല. അപ്പോൾ സ്വാമി നിങ്ങളോട് ചോദിക്കുക, സഹായിക്കണം. ഇനി വലിയ അമ്പലം പണിയാൻ പോവുക. ഇത് ഈ ചെറിയ അമ്പലത്തിൻ്റെ പണിയാണ്. ഇതിൻ്റെ പ്രതീക്ഷ അതേതാണ് നവരാത്രി വിദ്യാരംഭത്തിലാണ്. 5, 6 കോടിയാർച്ചനകളാണ്. കേട്ടുക. അതിലൊക്കെ നിങ്ങൾ കൂടണം, പൂജ ചെയ്യണം. നിങ്ങളെല്ലാവരും വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നേരിട്ട് പൂജ ചെയ്യണം. ഒരു വലിയൊരു ജന്മശാപം എഴുതി തള്ളുന്ന ഒരു പ്രയോഗമാണ്. നിങ്ങളുടെ ജന്മശാപം എഴുതി തള്ളാൻ അധികാരം തോന്നുന്നു. ആ പൂജയിൽ നിങ്ങളുടെ ജന്മശാപ ദോഷങ്ങളും ആദ്യം ഭൂതപ്പം ആ പൂജയിൽ അമ്മയും ലളിതാ സഹസ്രനാമ അഷ്ടോത്തര കോടി മന്ത്രമെല്ലാം ഇത് വലിയ വലിയ അമ്പലങ്ങളിൽ കോടി രൂപ ചെലവിട്ടൊക്കെ ചെയ്യുന്നത് ആൾക്കാർ. വലിയൊരു ആ ഹാള് നിറച്ച ആൾക്കാരിനുള്ള അർച്ചന. പൂവൊക്കെ കന്യാകുമാരി തമിഴ്നാട്ടിൽ നിന്ന് വിത്തില്ലാത്ത പൂവുണ്ട്. സാധാരണ പൂവ് വെച്ചിട്ട് ഒരു ചിലവാക്കി വന്നു. പിന്നെ അന്നൊക്കെ ഇവിടെ അന്നുള്ളവർക്കൊക്കെ ഒരു പിന്നെ 7-ാം ദിവസം ഇവിടെ കാര്യം ഇതൊക്കെ ഉറപ്പിക്കുന്നു. കണ്ടു കഴിഞ്ഞിട്ടില്ല ഇനി മതി കിടക്കണം. വ്യാജമായിട്ട് പണി തുടങ്ങും. പിന്നെ 7-ാം തീയതി വിജയദശമി പുസ്തകം എടുക്കുന്നത് പറമ്പിൽ പന്തലും അമ്പലം. ഇവിടെ ഹാളിൻ്റെ ഉള്ള വൈക്കോലി ഇരിക്കുകയായിരുന്നു. ആ ഹാളിൻ്റെ വൈക്കത്തിൽ ഇവിടും പന്തൽ സദ്യ. അവിടെ ഇത്ര 1000 പേര് ഉണ്ടായിരുന്നു സദ്യ. ഇവിടെ സാധാരണ ഒരു അമ്പലങ്ങളിൽ ഗുരുവായൂരോ തെപ്പയാറോ വെങ്കടാചലപതിയെ പോകുന്ന അമ്പലം പോയിട്ടില്ല. ഒരു പുളിങ്കറിയും പായസം അച്ചാറും തന്നെ. ഇവിടെ കുറേ തരം കറികളും പാലടിയും പായസവും സദ്യ. ഇവിടെ ദഹനക്കാലം നമ്പൂതിരി സ്വാമിയോട് ദഹനം കഴിഞ്ഞ് മുമ്പ് പറയണം, അങ്ങ് ഭഗവാനാണ് എൻ്റെ അങ്ങ് കല്യാണ സദ്യ പോയല്ലേ ഇവിടെ ഇതൊക്കെ കൊണ്ട് ഞാൻ ദഹനിക്കാറുണ്ട്. ഒരു അമ്പലങ്ങളിലൊന്നും അവർക്ക് സാധിക്കും. എല്ലാ തരവും കല്യാണ സദ്യ കൊടുക്കണം. കൊല്ലിൻ്റെ അങ്ങ് ജനങ്ങൾക്ക് സദ്യ കൊടുക്കണം. സാധാരണ അമ്പലക്കാർക്ക് നടത്തുന്നു. എപ്പോഴാണ് പറയുന്നത് സദ്യ ഉണ്ടോ ഇവിടെ? നിങ്ങൾ 4 നേട്ടനെ ഇട്ട് പോകുമ്പോൾ അത് ഇങ്ങനെ കൂട്ടി വെച്ച് വേനൽക്കാലം മുഴുവൻ സദ്യ കൊടുക്കൽ കാണുന്നത് ജോലി കേൾക്കുക. സദ്യ പ്രതീക്ഷ അറിയാനാണ്. 7-ാം തീയതി 8-ാം തീയതി നിങ്ങളെല്ലാവരും ഉണ്ടാവണം. സദ്യ കേൾക്കുക. എന്നാൽ പ്രസാദൂട്ട അമ്മയുടെ ഈ അമ്പലപ്പണി കഴിഞ്ഞിട്ട് വേണം വലിയ അമ്പലത്തിൻ്റെ പണി. 1 കോടി ഉറുപ്പിക കെട്ടി വെച്ചിട്ട് തന്ത്രി ആ പണി ആരംഭിച്ച് പോകാൻ പറഞ്ഞു. ആ കല്ലൊക്കെ പൊളിക്കഴിഞ്ഞ് വലിയ അമ്പലം കേൾക്കുക. സ്വാമിക്ക് പ്രായമായി. അമ്പലങ്ങളിലെ പണി തീർക്കണം. കേൾക്കുക. ഒന്നും കൽപ്പന പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നടക്കാൻ ദേവത പ്രത്യക്ഷമുണ്ടേ. ഇത് സാധാരണ ആശ്രമമല്ലത്. സർവ്വദേവ ദേവീശ്വരന്മാർ നേരിട്ട് വന്നു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അമ്പലം. വിഗ്രഹം നാട്ടിയിട്ട് തന്ത്രിമാർ കളിച്ചാടിയിട്ടുള്ളതല്ല. പഞ്ചമിയും വെച്ച് ദേവനെ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. ഈ പടക്കുനാഥം വന്നിരുന്നതല്ല. അതാണ് പൊക്കത്ത് വന്നത്. ആ ദേവി അങ്ങനെയാണ് കേൾക്കുക. അപ്പോൾ വലിയൊരു സ്ഥലം കല്ല് വെച്ചിട്ട് അഭിഷേകം ചെയ്ത് ദേവതയെ വരുത്തിയിട്ടുള്ളതല്ല. ദേവത വന്ന് ഇരുന്നോർത്ത് അമ്പലം വന്നു. അമ്മ വന്ന് ഇരുന്നോർത്താണ് സ്വാമി ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുന്നത്. അതല്ല വലിയ വലിയ ഐതിഹ്യമുണ്ട്. നമ്മൾ വിചാരിക്കണ വേഗമൊന്നുമില്ല. കേൾക്കുക. പ്രതിഷ്ഠാനം നവരാത്രിക കഴിഞ്ഞ് മഴയൊന്നുമില്ലെങ്കിൽ
മഴയൊന്നുമില്ലെങ്കിൽ ആനയും പൂരൊക്കെ ഉണ്ടാവും ചെറുതൊക്കെ. മഴയുടെ ലോകം അറിഞ്ഞിട്ട് കേട്ട് അറിഞ്ഞു കൂട്ടുണ്ടാവുന്നില്ല. അപ്പോൾ ഈ നവമി 9 ദിവസമാണ്. 5, 6 പൂജ ഉണ്ടാവും. 8-ാം തീയതി സദ്യ ഉണ്ടാവും. നേരിട്ട് ക്ഷണിക്കുകയാണ് എല്ലാവരും. എല്ലാവരും കേൾക്കുക, എല്ലാ മതക്കാരും എല്ലാ ജനങ്ങളും. നമുക്ക് മതിഞ്ചാകുന്നില്ല. സ്വാമി സൃഷ്ടിച്ചതാണ് ലോകം. സ്വാമി തന്നെ ലോകം അവസാനിപ്പിക്കാൻ വന്നിട്ടുണ്ട്. കലി അവസാനിപ്പിക്കുക എന്ന ദൗത്യം കേൾക്കുക. സ്വാമിയുടെ മുമ്പിൽ എല്ലാ മതവും എല്ലാ ജനവും സ്വാമിയുടെ സൃഷ്ടിയാണ്. കേൾക്കുക, എല്ലാവർക്കും ദൈവത്തെ പൂജ ചെയ്യാൻ അധികാരം ഉണ്ടെന്ന് തെളിയിക്കണം. കേൾക്കുക, കൂടെ പൂജ ചെയ്യണം. എല്ലാവരും വരണം. അന്ന് നീ പുറത്തായി എന്ന് പറഞ്ഞ് മുടങ്ങരുത്. ചില ആണുങ്ങൾ പുറത്തായി എന്ന് പറയും.